മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടത്തരം വരുമാനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ആദായ നികുതി പരിധിയിലെ ഇളവ്. നികുതി സ്ലാബിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും നികുതി നിരക്കിൽ മാറ്റം വരുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഇടത്തരം വരുമാനക്കാർക്ക് വലിയ ആശ്വാസമാവുകയാണ്. കേന്ദ്ര ബജറ്റിന് ശേഷം നികുതിയിലെ മാറ്റങ്ങൾ വിശദമായി വിശകലനം ചെയ്യുകയാണ് മണി ന്യൂസിൽ ആദ്യം. 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ നൽകേണ്ട 10% നികുതി 5% കുറച്ചത് ഇടത്തരം വരുമാനക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ഇതുവഴി 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ 12,500 രൂപയും 1 കോടി രൂപ വരെ വരുമാനമുള്ളവർക്ക് 14,806 രൂപയും പ്രതിവർഷം ലാഭിക്കാൻ കഴിയും. ഫലത്തിൽ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടി വരില്ല. 3 ലാക്ക് വരെയാണ് ഇൻകം എന്നുണ്ടെങ്കിൽ 5% ടാക്സ് ആണെന്നുണ്ടെങ്കിൽ 3 ലാക്ക് മൈനസ് 2.5 ലാക്ക് എന്ന് പറയുന്നത് അവർക്ക് വരുന്നത് 50,000 റുപ്പീസിന് 5% ടാക്സ് ആണ്, അതായത് 2,500 റുപ്പീസ്. ഈ 2,500 റുപ്പീസ് അവർക്കൊരു ടാക്സ് റിബേറ്റ് ആയിട്ട് 87A എന്ന് പറയുന്ന സെക്ഷനകത്ത് ക്ലെയിം ചെയ്യാം. 87Aയിൽ 2,000 രൂപയായിരുന്നു ടാക്സ് റിബേറ്റ് ഉണ്ടായിരുന്നത്. അത് 3.5 ലാക്ക് വരെ ഇൻകം ഉള്ള വ്യക്തികൾക്ക് 2,000 എന്നുള്ളത് 2,500 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ലാക്ക് വരെ ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് 3 ലാക്കിൻ്റെ ടാക്സായ 2,500ൽ നിന്ന് 8,500ൻ്റെ ടാക്സ് റിബേറ്റ് കൂടി കുറച്ച് കഴിയുമ്പോൾ 87Aയിലുള്ള ടാക്സ് റിബേറ്റ് കൂടി കുറച്ച് കഴിയുമ്പോൾ ഇഫക്റ്റീവ്ലി അയാൾക്ക് ടാക്സ് ഇല്ല. ആദായ നികുതിയിൽ സെക്ഷൻ 87A പ്രകാരം കേന്ദ്ര സർക്കാർ റിബേറ്റ് നൽകുന്നുണ്ട്. നിലവിൽ 5,000 രൂപയാണ് റിബേറ്റ്. അത് ഇത്തവണ 2,500 കുറച്ചിട്ടുണ്ടെങ്കിലും വലിയ ആഘാതം സൃഷ്ടിക്കില്ല. ആദായ നികുതി ഇളവ് ലഭിക്കുന്ന എല്ലാ കിഴിവുകളും കഴിഞ്ഞുള്ള വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് പരമാവധി 2,500 രൂപയോ അല്ലെങ്കിൽ നികുതി അടയ്ക്കേണ്ട തുകയോ ഇതിലേതാണ് കുറവ് അത് റിബേറ്റായി ലഭിക്കും. നികുതി നിരക്ക് 5% ആകുന്നതിനൊപ്പം 2,500 രൂപ റിബേറ്റും കൂടി ചേരുമ്പോൾ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് 0 ചുരുക്കത്തിൽ എല്ലാ വരുമാനക്കാർക്കും ആദായ നികുതിയിൽ 12,500 രൂപയുടെ വരെ കുറവ് ലഭിക്കുമെന്നും 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഒറ്റ പേജിൽ ലളിതമായി നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കുമെന്നും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ഒരു നിക്ഷേപകരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുമോ ഇല്ലയോ എന്നുള്ള അതിനെപ്പറ്റിയുള്ള ധാരാളം സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് എന്തായാലും കാരണം ചില വ്യവസ്ഥാപിതമായ മേഖലകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിക്ഷേപങ്ങൾ, അതിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടാക്സുകൾ, പിന്നെ അതിലേക്ക് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള മേൽനോട്ടങ്ങൾ, ഇതെല്ലാം ഉള്ളതിനാൽ തീർച്ചയായിട്ടും ഓഹരി മേഖലയെ ഇത്തവണ വലിയ രീതിയിൽ നോക്കിയിട്ടില്ലായിരുന്നു. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 1 ഇയർ എന്നുള്ള പരിധി എടുത്ത് മാറ്റിയിട്ടുമില്ല. ലെസ് ദാൻ 1 ഇയറിന് 15% വേണം. ഒപ്പം തന്നെ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞൊരു കാര്യം ആൾക്കാരുടെ ടാക്സ് കംപ്ലയൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പൊതുവേ ടാക്സ് കൊടുക്കാതെയോ അല്ലെങ്കിൽ ടാക്സ് അവോയ്ഡൻസ് എന്നുള്ള സിസ്റ്റത്തിലാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സമൂലമായ ചേഞ്ച്, എസ്പെഷ്യലി ഡിമോണിറ്റൈസേഷൻ വഴി സാമ്പത്തിക മേഖലയിലുണ്ടായ മാറ്റം ഇതിലേക്ക് പ്രതിഫലിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 60 വയസ്സ് തികഞ്ഞ സീനിയർ സിറ്റിസൺസിൻ്റെയും 80 വയസ്സ് തികഞ്ഞ സൂപ്പർ സീനിയർ സിറ്റിസൺസിൻ്റെയും കാര്യത്തിൽ അടിസ്ഥാന നിരക്കുകളിൽ മാറ്റമില്ല. 60 വയസ്സ് തികഞ്ഞവർക്ക് 5% എന്ന നിരക്കിൻ്റെ ആനുകൂല്യം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എന്ന സ്ലാബിൽ മാത്രമാണ് ലഭ്യമാവുക. 80 വയസ്സ് തികഞ്ഞവർക്ക് ഇപ്പോഴുള്ള അടിസ്ഥാന ഒഴിവ് തന്നെ തുടരുന്നതിനാൽ 5% എന്ന നിരക്ക് തന്നെ ബാധകമല്ല. വസ്തുവകകളിൽ നിന്നുള്ള ദീർഘകാല മൂലധന നേട്ടത്തിന് നിലവിൽ 20% നികുതി. അതേസമയം ഭൂമിയോ കെട്ടിടമോ കുറഞ്ഞത് 3 വർഷം കൈവശം വെച്ചിരിക്കണമെന്ന വ്യവസ്ഥ 2 വർഷമായി കുറച്ചിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ വസ്തു വിറ്റാൽ നികുതി നൽകേണ്ടി വരില്ല. ഒരു ബിൽഡിംഗ് പ്രോപ്പർട്ടി അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും അയാൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾക്ക് ഒരു നോഷണൽ ഇൻകം കണക്കാക്കി ഫെയർ വാല്യൂവിൻ്റെയോ അല്ലെങ്കിൽ ആനുവൽ വാല്യൂവിൻ്റെയോ ബേസിസിൽ ഒരു നോഷണൽ ഇൻകം കണക്കാക്കി അതിന് ടാക്സ് ചാർജ് ചെയ്യും എന്നൊരു പ്രപ്പോസൽ ബഡ്ജറ്റിനകത്ത് വന്നിട്ടുണ്ട്. അത്തരം ബിൽഡിംഗ് ഒരു പാർട്ടി ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ 1 ഇയർ വരെ ടാക്സ് ഇല്ല. 1 ഇയർ കഴിയുമ്പോൾ അതിനും ഒരു നോഷണൽ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വ്യവസായ നയം അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ ശ്രീ PM ഫ്രാൻസിസ് ആണ് ഇന്ന് മണി ഐക്കണിൽ. സ്വാഗതം ശ്രീ PM ഫ്രാൻസിസ്.
രാജ്യത്ത് വ്യാവസായിക അനുകൂലമായ അന്തരീക്ഷത്തിൽ കേരളം വളരെ പുറകിലാണെന്നുള്ളൊരു ആക്ഷേപം കുറേ കാലമായി കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറി കൂടുതൽ വ്യവസായ സംരംഭങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും ഇവിടുത്തെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങൾ ഇപ്പോൾ വ്യവസായ വകുപ്പ് നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നടപടികൾ? ആദ്യമായി തന്നെ ഈ വ്യാവസായികമായിട്ട് നമ്മൾ കുറച്ച് കാലം മുമ്പ് വളരെ പിന്നിലായിരുന്നു എന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും വലിയ തോതിൽ ചെറുകിട വ്യവസായങ്ങൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായി വളർച്ചയുടെ പാതയിലാണ്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഈ വേൾഡ് ലെവലിൽ റിസഷൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മളുടെ ഇവിടെ അത് വളർച്ചയാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് തന്നെ നമ്മൾക്ക് വർഷങ്ങളായിട്ട് നമ്മളുടെ ജീനിലുള്ളതാണ് ഈ കച്ചവടത്തിന്. അതായത് നമ്മൾ മറ്റ് രാഷ്ട്രങ്ങൾക്ക് ആയിട്ട് വളരെ ധാരാളം കച്ചവടം ചെയ്തിരുന്ന ആളുകളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. കാലത്തിൻ്റെ ഒരു പ്രത്യേക രീതികളിൽ ഇതിനൊരു ചെറിയ മാറ്റം വന്നെങ്കിലും വീണ്ടും അത് റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും പ്രത്യേകിച്ച് നമ്മൾ ജോലി തേടി മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോയതിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള ബിസിനസ് സാഹചര്യങ്ങൾ കണ്ട് അതനുസരിച്ച് തിരിച്ചു വന്ന് അവിടേക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കുറേ അധികം യൂണിറ്റുകൾ നമുക്ക് ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് വളരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് ഈ ബിസിനസ് എന്ന് പറയുന്നത്, അതായത് വ്യാപാരം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി വ്യവസായം എന്ന് പറയുന്നതും നമ്മളുടെ നിലനിൽപ്പിന് സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരതയ്ക്ക് വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിലൂടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് പ്രത്യേകിച്ച് ചെറുകിട വ്യവസായം. കാരണം നമ്മൾക്ക് വലിയ വ്യവസായങ്ങൾ നമ്മളിവിടെ എല്ലാം നാശോന്മുഖമാണ്. വലിയ തോതിൽ അതിനെ നമുക്ക് ഇനിയും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി വളരെ കുറവാണ്. പിന്നെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ചെറുകിട സംരംഭങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രിയും ഇക്കാര്യം ആവർത്തിച്ച് പറയുകയുണ്ടായി. ഈ ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യം. സംസ്ഥാന വ്യവസായ വകുപ്പ് ഇതിനെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ചെയ്യുന്നത് എന്തുവരെ വെച്ചാൽ അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ എന്നുള്ള നിലയ്ക്കാണ്. അവർക്കൊരു ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് വ്യാവസായികമായിട്ട് ഒരു പ്രതികൂലമായിട്ടുള്ള സ്ഥലമാണ് കേരളം എന്നുള്ള ഒരു ഇമ്പ്രഷൻ ധാരാളമായിട്ട്, പ്രത്യേകിച്ച് വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ട്രേഡ് യൂണിയനിസമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ തൊഴിലാളികൾ കിട്ടാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ പുറമേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ പല ആളുകളുടെ ഉള്ളിൽ ഈ പഴയ ഒരു ചിന്താഗതിയുടെ അംശങ്ങൾ ഇപ്പോഴും നിലനിൽക്കും. അപ്പോൾ അതൊന്നും മാറ്റിയെടുക്കേണ്ടത് ഒരു ആവശ്യമാണ്. രണ്ടാമത് എന്ത് വരും വെച്ചാൽ വ്യവസായ പാർക്കുകൾ കൂടുതലായിട്ട് കൊണ്ടുവരണം. കാരണം വ്യവസായത്തിന് നമ്മൾ ചെറിയ തോതിൽ പഴയ നമ്മളുടെ വീടുകളുടെ പരിസരത്തൊന്നും നടത്താവുന്ന ലെവലിൽ നിന്ന് നടത്താൻ പറ്റില്ല. ആളുകൾ കുറേ കൂടി അവെയറാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പോലും അതിനുള്ള എതിർപ്പ് വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അത് പരിഹരിക്കാവുന്ന ഒരു മാർഗം നമുക്ക് ഇതിനു വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റിയും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയുള്ള നമുക്ക് ഒരു വിധത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത വ്യവസായ പാർക്കുകൾ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു ശ്രമം. ഈ ചെറുകിട വ്യവസായ മേഖലയിൽ ആളുകൾക്ക് കൂടുതൽ സാധ്യതകളുള്ള പ്രധാനപ്പെട്ട സെക്ടറുകൾ ഏതൊക്കെയാണെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ബൂസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ഫുഡ് സെക്ടർ തന്നെയാണ്. അപ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിനോട് ചേർത്ത് നമ്മൾ ഒരു 3 ദിവസം കൂടി ആഗ്രോ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വെന്യൂവിൽ തന്നെ നടത്തുന്നുണ്ട് 100. അതിൽ കോൺസെൻട്രേറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമ്മളുടെ തന്നെ കാർഷിക വിളകളിൽ നിന്നുള്ള കേരളത്തിൻ്റെ തനതായിട്ടുള്ള കാർഷിക, ഇപ്പോൾ ചക്ക, പൈനാപ്പിൾ, മരച്ചീനി ഇങ്ങനെയുള്ള വസ്തുക്കൾ അത് നമ്മളുടെ തന്നെ ആയിട്ടുള്ളത് ഭയങ്കര ഒരു പ്രത്യേകതയുള്ളതാണ്. ഇപ്പോൾ ഇനി മറ്റു സ്ഥലങ്ങളുണ്ടായാലും അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ക്വാളിറ്റിക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് തന്നെ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ വളരെയധികം മുന്നോട്ട് പോയിരുന്ന ഒന്നാണ് ഫർണിച്ചർ സെക്ടർ. കാരണം നമുക്ക് നല്ല തടിയും മരങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വളരെയധികം വിലപിടിപ്പുള്ള മരങ്ങളെ സംബന്ധിച്ച് നമുക്കധികം ചിന്തിക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത് റബ്ബർ മരങ്ങൾ എന്തായാലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ടിമ്പർ സീസൺ ചെയ്ത് ഇതുപോലെ തന്നെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് നല്ല ഫിനിഷിംഗ് പ്രോഡക്റ്റ് വരുന്നുണ്ട്. നമ്മൾ പുറമെ കാണുന്നതിനേക്കാൾ വളരെ കൂടുതലായിട്ട് യൂണിറ്റുകൾ നമുക്കുണ്ട്. ട്രഡീഷണലായിട്ട് നമ്മുടെ ആളുകൾ പലരും ആ ഫർണിച്ചർ ചെയ്തിരുന്നതാണ്. ഇത് നല്ല ഡിമാൻഡുള്ളൊരു. ഇനി ഒരു മേഖല നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് വിദ്യാസമ്പന്നരായുള്ള ചെറുപ്പക്കാരുള്ളതുകൊണ്ട് അതൊന്നും കൂടി പൊക്കിക്കൊണ്ടുവരാനായിട്ടുള്ളത് നമ്മൾ ഇലക്ട്രോണിക്സ് മേഖലയാണ്. ഇതിനും ഇതുപോലെ തന്നെ വളരെയധികം സ്കോപ്പുള്ളതാണ്. പ്രത്യേകിച്ച് അത് പണ്ടില്ലെങ്കിലും ഇനി നമുക്ക് മുന്നോട്ട് എടുക്കാനായിട്ട് പറ്റാവുന്ന, കാരണം ഈ
വിദ്യാഭ്യാസം സ്ഥിതിച്ച കുട്ടികൾക്ക് അവർക്ക് ഭാവിയിലേക്ക് കാണാവുന്ന ഏറ്റവും വലിയൊരു മേഖല ഈ ഇലക്ട്രോണിക്സ് മേഖലയാണ്. ഈ സംരംഭകർ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മതിയായ വായ്പയുടെ അല്ലെങ്കിൽ ഫണ്ടിങ്ങിൻ്റെ ഒരു ലഭ്യത പ്രശ്നം തന്നെയാണ്. അത് എങ്ങനെയാണ് പരിഹരിക്കാനുള്ള നിർദ്ദേശം താങ്കൾ നൽകുന്നത്? നമ്മൾക്കിപ്പോൾ തന്നെ നമ്മളുടെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ചർച്ച ചെയ്യുന്നതിനായിട്ട് പരിഹാരം കണ്ടെത്തുന്നതിനായിട്ടും നമ്മുടെ എല്ലാ ജില്ലയിൽ നമ്മളുടെ ജില്ലാ ഓഫീസുകളുണ്ട്, അവിടെ ഇൻക്യുബേഷൻ സെൻ്ററുകളുണ്ട്. അവിടെ ഇൻക്യുബേഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കലായിട്ടുള്ളത് മാത്രമായിട്ടല്ല, ഫിനാൻഷ്യലായിട്ടും കൂടി അവർക്ക് വേണ്ടി വരുന്ന നല്ല പ്രോജക്റ്റുകളാണെങ്കിൽ അതിൽ നമ്മൾ ബാങ്കുകളുമായിട്ട് ലൈസൻസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ഫിനാൻസ് കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ തന്നെ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ഗവൺമെൻറ് തന്നെ ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നവർക്ക് ഏകദേശം 15 മുതൽ 20% ക്യാപിറ്റൽ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റേതായിട്ട്. അപ്പോൾ അത് ആരംഭിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു സഹായമാണ്. അതിൽ ഈ ചെറിയ യൂണിറ്റുകളാണെങ്കിൽ നമ്മൾ തന്നെ അതിൽ അഡ്വാൻസ് ആയിട്ട് 2-3 ലക്ഷം രൂപ സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയ്ക്ക് കൊടുക്കും തുടങ്ങാനായിട്ട് ആവശ്യം. ബാക്കി പിന്നെ അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനായി കഴിയുമ്പോൾ ബാക്കി പൈസ കൊടുക്കും. ഇനി വലിയ തോതിലുള്ളതാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ വരെ KSIDC ഇതുപോലെ തന്നെ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരംഭത്തിൽ നല്ല പ്രോജക്റ്റാണെന്നുണ്ടെങ്കിൽ അതിനൊരു വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ട് നമ്മൾ അങ്ങനെ തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥകൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കൂടാതെ KFC ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള മേഖലകളിൽ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. KSFയും ഒരു പരിധിവരെ നമ്മൾ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരിക്കലും മടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അവരുടെ പ്രോജക്റ്റിനെ പറ്റി അവർക്ക് കൃത്യതയുണ്ടാവും. കാരണം അതുണ്ടെങ്കിൽ മാത്രമാണ് ബാക്കി ആൾക്കാർ, കാരണം സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണ് മറ്റ് ഇതിൻ്റെ പ്ലേയേഴ്സ്, അത് ടെക്നിക്കലായിട്ടായാലും ഫിനാൻഷ്യലായിട്ടായാലും അതിനെ സഹായിക്കാനായിട്ട് ആളുകൾ വില്ലിങ് ആണ്. താങ്ക് യു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ടൂറിസം വികസനത്തിൽ പ്രാദേശിക പങ്കാളിത്തം.